നല്ല അടിപൊളി കാറ്റാണ് കേട്ടോ. അപ്പോൾ ചേട്ടായിമാരെ നമ്മൾ ഓടനൂർ വേലിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് കട സെറ്റ് ചെയ്യാൻ പോകണേ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയല്ലേ വേലേട്ടാ? ഇന്ന് വ്യാഴം, മറ്റന്നാളേക്കാണ് പരിപാടി. അപ്പോൾ നമ്മളിതിൻ്റെ ഭാഗമായി നമ്മുടെ ഗ്യാപ്പ് നോക്കി വന്ന് നമ്മൾ പന്തലൊക്കെ സെറ്റ് ചെയ്യാൻ പോകണേ. ലൈറ്റായിട്ട് സെറ്റ് ചെയ്ത് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല ബലമുണ്ട്, നമ്മുടെ കമ്പി കഷ്ണം കിട്ടിയത് വലിയ സെറ്റായില്ല, അതുകൊണ്ട് നമുക്ക് തറയ്ക്കാൻ ഇത്തിരി പണിയുണ്ട്. ഇത് വെള്ളമൊക്കെ ഒഴിച്ചാണ് നമ്മുടെ വേലാട്ടം. ഓക്കെ സെറ്റ് അല്ലേ? ഇത് കുടിക്കാം അല്ലേ? എനിക്ക് വെള്ളം ഇറങ്ങിയിട്ടില്ലേ? ഇപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ സംഭവം ശരിയായില്ല വേലാട്ടാ. ഓ ഓക്കെടാ. നമ്മുടെ അമ്പലത്തിലെ പരിപാടി നമ്മൾ ഷെഡൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിലെ ആള് നമ്മുടെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഉപ്മാവുണ്ട്, നിങ്ങളെ കഴിച്ചിട്ട് പോകണം പറഞ്ഞു. ഒരു വേലാട്ടനുണ്ട്, അവിടെ വേറൊരു അച്ഛനുണ്ട്. അച്ഛനുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അമ്പലത്തിലെ പ്രസാദം ഞങ്ങൾ കഴിക്കാണ്ടിരിക്കില്ല, എന്തറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പേര് അച്ഛമ്മ. അപ്പോൾ എന്തായാലും ഞാനും വെള്ളച്ചോറുണ്ടതാണ്. ആ ചെറുത് അവിടെ പിള്ളേർക്ക് വേണമെങ്കിൽ പറയായിരുന്നു. എടാ ചെറുതേ ഉപ്മാവുന്നടാ. അപ്പോൾ ചേട്ടായി വരെ ഞങ്ങളൊക്കെ കുറേശ്ശെ ഉപ്മാവൊക്കെ കഴിച്ച് നല്ല രസമുണ്ട്. നല്ല ചൂടായിട്ട് ഇതാണ്ടോ സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ 2-3 പേരും കൂടി കുറേശ്ശെ എടുത്ത് വേണമെങ്കിലും കുറേശ്ശെ കഴിക്കുകയാണ്. വേലട്ട ചെരുപ്പ് അപ്പുറത്തല്ലേ? അടിപൊളിയായിട്ട് നമ്മുടെ സ്റ്റേജൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ്, നല്ല രസമുണ്ട് കാണാൻ. എന്ത് ഭംഗി നോക്കിയാൽ അയ്യ, നല്ല വിശാലമായ കാറ്റ്. ഇതാണ് അമ്പലം. നമുക്ക് ആ സമയത്ത് തിരക്ക് സമയത്തൊന്നും നമുക്ക് നേരെ അമ്പലം എടുക്കാനും തിരക്കാനും പറ്റില്ല, അത്രയും ആളുകൾ ഇവിടെ നിറയെ ഉണ്ടാവും. ഇതാണ് കേട്ടോ അമ്പലം ചെറിയ അമ്പലമാണെങ്കിലും നല്ല അടിപൊളി ദേവിയാണ്, നല്ല ശക്തിയുള്ള ദേവിയാണ്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്, സൂപ്പറായിട്ട്. ആലിൻ്റെ ചോട്ടിലിരുന്നാൽ എവിടേക്കും പോവില്ല എന്ന് ഉറപ്പാണ്. ആലിൻ്റെ ചോട്ടിൽ